ഹായ് ഓൾ. ഇന്ന് ഞാൻ കോക്കനട്ട് സ്ക്രേപ്പറിൻ്റെ റിവ്യൂ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഞാൻ ഓൾമോസ്റ്റ് ഒരു 3 വർഷമായി ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. പല കളേഴ്സ് ഉണ്ട്, പക്ഷേ ഷോപ്പിൽ എപ്പോഴും ഗ്രീൻ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ. അതിൻ്റെ മുകളിൽ തന്നെ എഴുതിയിട്ടുണ്ട് അഫോർഡബിൾ ലക്ഷറി എന്നുള്ളത്. സംഭവം അടിപൊളിയാണ്. ഇത് നമ്മുടെ ബ്ലേഡ് വരുന്നുണ്ട്, പിന്നെ സ്ക്രേപ്പർ ഉണ്ട്, പിന്നെ അതിൻ്റെ കൂടെ തന്നെ മാനുവലും കാര്യങ്ങളൊക്കെ ഉണ്ട്, എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ അതിൽ എഴുതിയിട്ടുണ്ട്. ഞാൻ 21-ലാണ് ഇത് വാങ്ങിയത്. അപ്പോൾ ഇത് 24 ആയില്ല, 3 വർഷമായി ഞാൻ അത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു സ്റ്റോൺ വരുന്നുണ്ട് കേട്ടോ, നൈഫൊക്കെ ഷാർപ്പൻ ചെയ്യാനുള്ളതാണ്. ഞാൻ ഒരു തവണ യൂസ് ചെയ്ത് നോക്കി, പിന്നെ അതെടുത്ത് ഉപയോഗിക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യാറില്ല. അത് നമ്മുടെ ബ്ലേഡ് ഇങ്ങനെ ഒരു കവറിലാണ് വരുന്നത്. അപ്പോൾ ആവശ്യത്തിന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചതിൽ തന്നെ എടുത്ത് വയ്ക്കാം. ഭയങ്കര ക്യൂട്ടാട്ടോ. പ്ലാസ്റ്റിക്കിൻ്റെ ഒരു അതേ ഷേപ്പിലുള്ള, ബ്ലേഡിൻ്റെ അതേ ഷേപ്പിലുള്ള ഒരു കവർ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ സ്ക്രാപ്പറിൽ അതിങ്ങനെ ഹാങ് ചെയ്തിടും ചെയ്യാം കേട്ടോ. നമുക്കിപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതാണ് നമ്മുടെ സ്ക്രാപ്പർ. അതിൽ ഒരു സൈഡ് പ്ലഗ് കുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 സ്പീഡേ ഉള്ളൂ കേട്ടോ, 1 2. സെൻറ്ററിൽ ഒരു 0 മാർക്കുണ്ട്, അത് ഓഫാണ്. താഴത്തേക്ക് ഒരു 1 ലൈൻ ഉണ്ട്, അത് സിംഗിൾ സ്പീഡ്. പിന്നെ മുകളിൽ ഡബിൾ ലൈൻ, ഡബിൾ സ്പീഡ്. പിന്നെ മുകളിലുള്ള ഒരു ബ്ലാക്ക് കളറിൽ സംഭവം കണ്ടില്ലേ, സ്വിച്ച് ഓൺ ചെയ്തിട്ട് അത് പ്രസ് ചെയ്താലാണ് നമ്മുടെ ബ്ലേഡ് കറങ്ങുക. പക്ഷേ എൻ്റെ ഒരു 1.5 വർഷം കഴിഞ്ഞപ്പോഴേക്കും അത് വർക്ക് ചെയ്യാതെ. ഇപ്പോൾ ഡയറക്റ്റ് സ്വിച്ച് ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ബ്ലേഡ് കറങ്ങും കേട്ടോ. ഒരു തവണ അത് കേട് വന്നിട്ടുണ്ട്. ഇപ്പോൾ വാങ്ങിയ സ്ഥലത്ത് തന്നെ കൊടുത്ത ഒരു സർവീസ് ചെയ്ത് തന്നു, ഫ്രീ സർവീസ് ആയിരുന്നു കേട്ടോ. പിന്നെ ഇതിൻ്റെ ബാക്കിലൊരു നോബ് ഉണ്ട് കേട്ടോ, അത് നമ്മൾ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സെക്ഷൻ വർക്ക് ചെയ്തിട്ട് നമ്മുടെ കൗണ്ടർ ടോപ്പിൽ അത് സ്റ്റഡി ആയിട്ടിരുന്നോളും. വർക്കിംഗ് ടൈമിൽ അത് മൂവ് ആവില്ല. പിന്നെ ടൈലിട്ട ഇങ്ങനത്തെ ഫ്ലോറിൽ മാത്രമേ കേട്ടോ അത് വർക്കാവുള്ളൂ. സിമെൻറ്റ് ഇട്ട സ്ഥലത്തൊന്നും സർഫസിലൊന്നും അത് വർക്കാവില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ല, എൻ്റെ മുകളിലത്തെ പ്രസ് ചെയ്യണത് വർക്കാവണില്ല. അപ്പോൾ സ്വിച്ച് ഇട്ട വഴിക്ക് തന്നെ ബ്ലേഡ് കറങ്ങും. ഒന്നിൽ സ്പീഡിലിട്ടിട്ട് കാര്യമില്ല, തേങ്ങ അത്രയും നന്നായിട്ട് ചിരണ്ടി കിട്ടില്ല. അപ്പോൾ എപ്പോഴും സെക്കൻഡ് സ്പീഡ് തന്നെ യൂസ് ചെയ്യണം. ആദ്യം മുതലേ അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. പിന്നെ കുറച്ചൊക്കെ പുറത്തേക്ക് തെറിക്കും. അപ്പോൾ ഞാനെപ്പോഴും ഈ വലിയ ട്രേ കണ്ടില്ലേ, ഇതാണ് യൂസ് ചെയ്യാറ്. ചെറിയ പ്ലേറ്റൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്തേക്കൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ കോക്കനട്ടിൻ്റെ ബ്ലേഡിൻ്റെ സെൻറ്ററിലല്ല വർക്കാവണത്, സൈഡിൽ വെച്ചിട്ടാണ് നമുക്ക് തേങ്ങ ചേർക്കേണ്ടത്. അപ്പോൾ തേങ്ങ ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ ഷാർപ്പായിട്ടുള്ള എഡ്ജ് ഉണ്ടാവില്ലേ കോക്കനട്ടിൻ്റെ, അത് കംപ്ലീറ്റ് ഫസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സ്മൂത്തായിട്ട് നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അധികം ഫോഴ്സൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, പതുക്കെ പിടിച്ചാൽ തന്നെ മതി. ടൈം ഞാൻ കറക്റ്റ് നോക്കിയിട്ടില്ല, ടൈം വെച്ചിട്ടല്ല ഇതിൻ്റെ ഉപയോഗം ശരിക്കും. ഡെയിലി യൂസിന് ഇത് എത്രത്തോളം ഹെൽപ്ഫുള്ളാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ വീക്ക്ലി വൺസ് 2-3 തേങ്ങയൊക്കെ ചിരകി ഫ്രീസറിൽ ഒരാഴ്ചയ്ക്കുള്ള തേങ്ങ നമ്മൾ ചിരകി വയ്ക്കുന്ന ആൾക്കാർക്ക്, വർക്കിംഗ് വുമൺസിന് ഇത് ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ടൊരു പ്രൊഡക്റ്റാണ്. പിന്നെ കൈവേദന ഉള്ളവർക്കും, എനിക്കൊന്നും തേങ്ങ ചിരകാൻ പറ്റില്ല, നോർമലി ചിരവിയിൽ തേങ്ങ ചിരകാൻ പറ്റില്ല. ഈവൻ എൻ്റെ അമ്മയ്ക്ക് വരെ പറ്റും, പക്ഷേ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്കും ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ. ഇതിപ്പോൾ ഒരു 3 തേങ്ങ ചിരകിയതാണ്. നോർമൽ ചിരവയിൽ ചിരകുമ്പോൾ ചിലപ്പോൾ വലിയ കഷ്ണങ്ങളായിട്ട് കടർന്ന് വീഴാറുണ്ട്. ഇതിലങ്ങനെയൊന്നുമില്ല, എല്ലാം ഒരേപോലെ നല്ല ഭംഗിയിൽ ചെറുതായിട്ട് ചിരകി കിട്ടും. പിന്നെ ഇങ്ങനത്തെ കണ്ടെയ്നേഴ്സിലായിട്ട്, ഫുഡ് കണ്ടെയ്നേഴ്സിലാണ് ഞാൻ സ്റ്റോർ ചെയ്യുക. കുത്തി നിറച്ച് വെക്കില്ല, നോർമലായിട്ട് ചിരകിയത് അതിലിട്ടിട്ട് ഫ്രീസറിൽ സ്റ്റോർ ചെയ്യും. ഇതെപ്പോഴാണോ കഴിയാറാകുമ്പോഴാണ് ഞാൻ അടുത്ത തവണ തേങ്ങ വാങ്ങിയിട്ട് ചിരകിയെടുത്ത് വെക്കുക കേട്ടോ. പിന്നെ ഇതിപ്പോൾ പാലെടുക്കണമെങ്കിൽ മിക്സിയിൽ വീണ്ടും അരയ്ക്കണമെന്നും വേണ്ട, കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് കൈകൊണ്ട് പിഴിഞ്ഞെടുത്താൽ തന്നെ നമുക്ക് തേങ്ങാപ്പാലെടുക്കാൻ പറ്റും. പൈസയുടെ അഹങ്കാരവും പണിയെടുക്കാനുള്ള മടിയുമാണ് ഇത് വാങ്ങുന്നതിൻ്റെ പിന്നിലെന്ന് പറയുന്ന ആൾക്കാരെ എനിക്കറിയാം, എന്നോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും തേങ്ങ ഫ്രഷായി ചിരകി അമ്മിയിൽ അരച്ച് കറി വയ്ക്കാൻ ഇഷ്ടപ്പെടുന്ന ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരോടൊന്നും എനിക്ക് പറയാനില്ല. അല്ലാത്തവർക്ക് 100% യൂസ്ഫുള്ളായിട്ടുള്ള പ്രൊഡക്റ്റാണ്. എൻ്റെ വീട്ടിലെ ഫ്രീസറിൽ പിന്നെ മീറ്റൊന്നും ഉണ്ടാവില്ല, ഇങ്ങനെ തേങ്ങ ചിരകിയതാണ് ഉണ്ടാവുക. ഇത് മുമ്പ് ചിരകി വെച്ചതാണ് കേട്ടോ. ഫ്രീസർ തുറക്കുമ്പോൾ ഇത് കാണുമ്പോൾ തന്നെ ഒരു എന്തെന്നില്ലാത്തൊരു സന്തോഷം, ഒരു ധൈര്യമാണ്. ഞാനിത് വാങ്ങുന്ന സമയത്ത് റേറ്റ് 2300 സംതിങ് ആണ്. ഇപ്പം എനിക്ക് കറക്റ്റ് അറിയില്ല, ഓൺലൈനിൽ അവൈലബിൾ ആണ്. ഇത് സ്ക്രാപ്പറിൻ്റെ കൂടെ ഫ്രീ കിട്ടിയ സ്റ്റിക്കറാണ് കേട്ടോ. താങ്ക് യു.